Hi everyone, welcome to my kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പ്രിംഗ് റോൾ ആണ്, വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു ഹാഫ് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ വേണ്ടത് ഒരു ഒനിയൻ. ഇത് നമ്മൾ റെഡ് ഒനിയൻസ് എടുക്കുകയല്ല, ഇത് യെല്ലോ ഒനിയനാണ്. പിന്നെ ഒരു സ്മോൾ പീസ് ജിഞ്ചറും ഒരു പീസ് ഗാർലിക്കും. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ ഇത് നമുക്ക് റാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടിച്ച് വെക്കാനായിട്ട് അതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഹോൾ പർപ്പസ് ഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താണ് ഇത്. സോ നമ്മുടെ റാപ്പ് സ്പ്രിംഗ് റോൾ റാപ്പ് TJY ആ കമ്പനിയുടെ റാപ്പാണ് ഞാൻ വാങ്ങിക്കുന്നത്. അത് നമ്മൾ ഇപ്പം ടെക്സസിലാണെങ്കിൽ എച്ച് മാർട്ടിൽ, എനിക്കൊന്ന് ടെക്സസിൽ ന്യൂയോർക്കിലൊക്കെ എച്ച് മാർട്ട് ഉണ്ട്, ഏഷ്യൻ സ്റ്റോറിലൊക്കെ അത് കിട്ടും നമുക്ക്. അപ്പോൾ ആ റാപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് തോ ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റഫിങ് റെഡിയാക്കാനായിട്ട്, ഈ സ്പ്രിംഗ് റോളിൻ്റെ അകത്ത് വെക്കുന്ന സ്റ്റഫിങ് റെഡിയാക്കാനായിട്ട് ആദ്യം ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആദ്യം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മളതിൽ സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നല്ല സോയ സോസ് ഇത്തിരി സോൾട്ടി ആണല്ലോ, അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ ആദ്യം. ഇതൊന്ന് പെട്ടെന്ന് ഒനിയനൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് നമ്മൾ ഈ ഉള്ളി ഒത്തിരി വഴണ്ട, ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ചുമ്മാ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ക്യാബേജും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ ആവണ്ട, സോഫ്റ്റ് ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും ക്യാബേജും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് ആദ്യം ഒന്ന് ഹൈ ഹീറ്റിലേക്ക് മാറ്റുവാണ്. ഇപ്പോൾ ഈ ചില ക്യാബേജിൽ ഒത്തിരി വെള്ളമൊക്കെ കാണത്തില്ലേ, അപ്പോൾ ആ വെള്ളം എല്ലാം പെട്ടെന്നൊന്ന് അബ്സോർബ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ ഒത്തിരി നേരം ഇതിൽ കുക്ക് ചെയ്യത്തില്ല. നമ്മൾ ഫ്രോസൺ സ്പ്രിംഗ് റോളൊക്കെ വാങ്ങിക്കുന്നതിലും ഒത്തിരി ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രഷായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു പിള്ളേരൊക്കെ ഇത് ഉണ്ടാക്കിയാൽ അപ്പം തന്നെ പെട്ടെന്ന് തീർന്നു പോകുന്നൊരു സ്നാക്കാണ്. അപ്പറ്റൈസറായിട്ടും സ്നാക്കായിട്ടും എല്ലാം ഉപയോഗിക്കാം. പിന്നെ ഇത് ഫുൾ വെജിറ്റേറിയനാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് നമ്മൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഇത് ഒരു 2-3 മിനിറ്റ്സ് ഞാൻ ഹൈ ടു മീഡിയം ഹീറ്റിൽ ഇതെല്ലാം കൂടി ഒന്ന് സോട്ടേ ചെയ്തെടുത്തത്. ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട, ഇപ്പോഴും തന്നെ ഇതൊരുമാതിരി ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉപ്പ് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മളിനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഒരു ടീസ്പൂൺ മതി. അപ്പോൾ നിങ്ങളുടെ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ക്രഷ്ഡ് പെപ്പർ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ
ക്രഷ്ഡ് പെപ്പർ കൂടി ആഡ് ചെയ്യുക. ഫൈനായിട്ട് ക്രഷ് ചെയ്ത പെപ്പർ തന്നെയാണ്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റാപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് റാപ്പ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഇതിൽ സ്റ്റഫിങ് ക്യാബേജും ക്യാരറ്റിൻ്റെ ആ മിക്സ് നമ്മൾ 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഇത്തിരി കുറവാണ്, ഞാനൊരു 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഇത് നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ റാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആദ്യം നമ്മളൊരു 2 പ്രാവശ്യം ഒന്ന് പതുക്കെ റോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡ് മടക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി റോൾ ചെയ്യുക. അടുത്ത സൈഡ് അങ്ങനെ. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഇതുണ്ട് മാവ്, ഓൾ പർപ്പസ് ഫ്ലോർ വെള്ളവും മിക്സ് ചെയ്ത് വെച്ചാണ്. അത് ഇതിൻ്റെ സൈഡിലൊന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും. ഒരു റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരെണ്ണൂടി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ടൈറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം ഇത് ഒത്തിരി സ്കിന്നി ആയിട്ട് തിന്നായിട്ടുള്ളൊരു റാപ്പാണ്. അപ്പം അങ്ങനെ പൊട്ടിപ്പോവാതെ നമ്മൾ സൂക്ഷിച്ച് ഇത് ചെയ്യുക. സാധാരണ എൻ്റെ മോളാണ് ഈ പരിപാടി എനിക്ക് ചെയ്തു തരാറ് കേട്ടോ. അവളെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിങ്ങനെ നമ്മൾ ചെയ്യുക. വീണ്ടും ഏറ്റവും അവസാനം നമ്മൾ ഈ ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ മിക്സ് തൂത്ത് കൊടുക്കുക. റെഡി. ഞാൻ 1-2 കൂടി കാണിക്കാം. ഇനി നമുക്കിതിന് പകരമായിട്ട് മീറ്റാണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചിക്കനോ ബീഫോ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫ്രൈ ഡാഡിയുടെ ഒരു ഫ്രയറാണ്. ഇത് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ഫ്രയറാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മളുടെ സ്റ്റൗവിൽ ഇത് ചെയ്യാം. എണ്ണ ഒഴിച്ച് സാധാരണ വറക്കുന്ന പോലെ വറുത്തെടുക്കാം. അപ്പം എൻ്റെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിൽ സ്പ്രിംഗ് റോൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു സമയത്ത് ഒരു 5 സ്പ്രിംഗ് റോൾ വരെ നമുക്ക് ചെയ്യാം. 4 മണി 5 വരെ ചെയ്യാം. ഇനി ഇത് ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി സമയം എടുക്കുകയല്ല, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇത് നമുക്ക് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഇപ്പം പാർട്ടിക്കൊക്കെ മിക്കവാറും നമ്മുടെ പാർട്ടിയൊക്കെ ചെയ്യുമ്പോഴും ഞാനിത് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും വരുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയാൽ മതി. ഇതൊരു 7 മിനിറ്റ്സോളം ആയിട്ടുണ്ട് വറക്കാനായിട്ട് എനിക്ക് എടുത്തു. അപ്പം നമ്മുടെ എണ്ണയുടെ ചൂടും പാത്രവും ഇതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. അത് ഒരു ബ്രൗൺ ഈ ഒരു കളറാവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള സ്പ്രിംഗ് റോളാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് സ്വീറ്റ് ആൻഡ് സവർ സോസും ഉപയോഗിക്കാം. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് ആൻഡ് ചില്ലി സോസാണ്. തായ് സ്വീറ്റ് ആൻഡ് ചില്ലി സോസ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുക. എന്നെ ടാഗ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ അതിന് കമൻറ്റ് അറിയിക്കുക ഉണ്ടാക്കി നോക്കിയിട്ട്. ഐ ഹോപ്പ് യു ഗൈസ് ഓൾ വിൽ ലൈക്ക് ഇറ്റ്, എൻജോയ് ഇറ്റ്.
Hi everyone, welcome to my channel. Sorry. Welcome to my channel. അപ്പോൾ ഇത് സാമ്പാർ വെജിറ്റബിൾ സ്പ്രിംഗ് റോള്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്.